നമ്മുടെ ലാലേട്ടൻ്റെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ റിലീസായ ആദ്യത്തെ സിനിമ മഞ്ഞ് വിരിഞ്ഞ പൂക്കളാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരുപാട് പുതിയ താരങ്ങളാണ് ആ ഒരു സിനിമയിലൂടെ വന്നത്. അന്ന് ശരിക്ക് ഇവരൊരു ഓഡിഷനിലൂടെയൊക്കെയാണ് ലാലേട്ടനെ തിരഞ്ഞെടുത്തതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ലാലേട്ടന് മുമ്പ് മറ്റൊരു താരം ആ ഒരു സിനിമയിലേക്ക് ആദ്യം കമ്മിറ്റഡ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം പിന്മാറിയ ശേഷമാണ് ലാലേട്ടൻ വന്നത് എന്നൊക്കെ ഒരു വാർത്ത ഈ അടുത്ത് ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നവോദയയുടെ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ക്യാൻവാസിലുള്ള സിനിമകളൊക്കെയാണ് 80s അവർ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു കൊച്ചു സിനിമ, അതിനു മുമ്പ് മധുവിനെയും പ്രേം നസീറിനെയൊക്കെ നായകന്മാരാക്കി ആക്കിയിട്ട് വലിയൊരു സിനിമയ്ക്ക് ശേഷം ഒരു കൊച്ചു സിനിമ ചെയ്യാം. ഫാസിൽ, അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഫാസിലിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന, ഫാസിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാം എന്നൊരു പ്ലാനിലാണ് മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ നമുക്കതൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്, വളരെ ലൈറ്റായിട്ടുള്ള ഒരു ട്രാജഡിയൊക്കെയാണ് അതിൻ്റെ അവസാനമൊക്കെ നമുക്കറിയാം അതിൻ്റെ കഥയൊക്കെ. അപ്പോൾ ഇവർ പുതിയ താരങ്ങളെ കാസ്റ്റ് ചെയ്യണം. അപ്പോൾ അന്ന് ശങ്കർ അന്ന് തമിഴിൽ ഒരു തലൈരാഗം എന്ന് പറയുന്ന ഒരു സിനിമ, അതാണ് ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമ. ആ സിനിമ അവിടെ ഇറങ്ങി സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തലൈരാഗത്തിലെ ശങ്കറിനെ മലയാളത്തിലോട്ട് കൊണ്ടുവരുന്നു. അതിൽ ആ വില്ലൻ വേഷം നമുക്കറിയാം, അതിൽ നരേന്ദ്രൻ എന്ന് പറയുന്ന ലാലേട്ടൻ ചെയ്ത ആ ഒരു വില്ലൻ വേഷം, അതിൽ ശരിക്കും ഇതേപോലെ തന്നെ തലൈരാഗത്തിൽ ശങ്കറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മലയാളിയും കൂടിയായ രവീന്ദ്രൻ, ഈ തലൈരാഗം എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കൊണ്ട് ശങ്കറും രവീന്ദ്രനും അവിടെ അത്യാവശ്യം താരങ്ങളായി മാറിയതാണ്. രവീന്ദ്രൻ അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്, മെയിൻ വേഷമാണ് അതിൽ. ഇപ്പോൾ ശങ്കറിനെ പോലെ തന്നെ അതിൽ മറ്റൊരു പ്രധാന വേഷമാണ് തലൈരാഗത്തിൽ ചെയ്തത്. അപ്പോൾ രവീന്ദ്രനെയും കൂടിയും ഇതിലേക്ക് മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലേക്ക് കാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഈ അടുത്ത് ഞാനൊരു റീല് ഞാൻ കണ്ടതാണ്. അതിൽ മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഈ അടുത്ത് രവീന്ദ്രൻ തന്നെ അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞത് അന്ന് ഇതേപോലെ തന്നെ മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലേക്ക് അഡ്വാൻസ് മേടിച്ചു. IV ശശി രവീന്ദ്രനെ നായകനാക്കിയിട്ട് അശ്വരഥം എന്ന് പറയുന്ന ഒരു സിനിമ പ്ലാൻ ചെയ്തു. അപ്പം രവീന്ദ്രൻ അന്ന് ഇത് നായകനാണോ, അതിൻ്റെ വളരെ ചെറുപ്പമാണ് ഇവർക്ക്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. അപ്പോൾ IV ശശി രവീന്ദ്രനെ ബുക്ക് ചെയ്തു ഒരു സിനിമയിലേക്ക് വേണ്ടി. ഇതേ സമയത്ത് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു സിനിമ, സ്വന്തം എന്ന പദം എന്നാണ് സിനിമയുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു സിനിമയുടെ ഷൂട്ട് മധുവൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. ആ ഒരു സിനിമ കാശ്മീരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറിനെ രവീന്ദ്രൻ അറിയാം. അപ്പോൾ ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ ബന്ധത്തിൻ്റെ പുറത്ത് ചുമ്മാ ഷൂട്ടും കാണാം എന്നുള്ള രീതിയിൽ കാശ്മീർ പോയി. എന്നിട്ട് അതിലൊരു ചെറിയൊരു വേഷം അഭിനയിക്കുകയും ചെയ്തു. ഇത് പക്ഷേ IV ശശി അറിഞ്ഞു. IV ശശി അറിഞ്ഞിട്ടാണ് രവീന്ദ്രനോട് പറഞ്ഞത്, എന്ത് പണിയാണ് കാണിച്ചത്, നിന്നെ ഞാൻ നായകനാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കണം മലയാളത്തിൽ. അപ്പോൾ ഇതുപോലെ വേറെ ഓരോ സിനിമയിലൊക്കെ പോയിട്ട് ചെറിയ വേഷമൊക്കെ ചെയ്യാണോ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ തന്നെ മനസ്സിലാക്കുന്നത് IV ശശി വലിയൊരു മെയിൻ റോളിലേക്ക് തന്നെ വിളിച്ചിരിക്കുന്നതെന്നൊക്കെ രവീന്ദ്രൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ പിന്നെ രവീന്ദ്രൻ ഉടനെ തന്നെ ഈ പറഞ്ഞ നവോദയ അവരെ വിളിച്ചിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇതിലേക്ക് ലാലേട്ടൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഞാൻ മനസ്സിലാക്കിയത്, ഇവർ ആ ശങ്കർ രവീന്ദ്രൻ ആ ഒരു ടീമിനെ തന്നെ തലൈരാഗത്തിലേക്ക് കൊണ്ടുവരുന്നു. അതായിരിക്കാം അവരുടെ ഒരു പ്ലാൻ. പക്ഷേ രവീന്ദ്രൻ പിന്മാറിയപ്പോഴായിരിക്കാം പിന്നീട് അവർ ഒരുപക്ഷെ ലാലേട്ടൻ ചിലപ്പോൾ ഓഡിഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം. കാരണം അന്ന് നമുക്കറിയാം ഒരു ജൂലൈ മാസമോ എന്തോ 1980 ഒരു ഓഡിഷന് ഇവരൊരു അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുത്തിരുന്നു. അന്നത്തെ ന്യൂസ് പേപ്പറിലും മാഗസീനിലൊക്കെ ഇങ്ങനെ നവോദയയുടെ പുതിയ സിനിമയിലേക്ക് പുതുമുഖങ്ങൾ തേടുന്നു എന്നും പറഞ്ഞൊരു പരസ്യം ഉണ്ടായിരുന്നു. ആ പരസ്യം കണ്ടിട്ടാണ് ലാലേട്ടൻ്റെ ഫോട്ടോയൊക്കെ വിത്ത് ഡീറ്റെയിൽസ് അന്ന് സുരേഷ് കുമാർ, ലാലേട്ടൻ്റെ സുഹൃത്ത് പ്രൊഡ്യൂസർ സുരേഷ് കുമാറൊക്കെ കൂടിയാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ലാലേട്ടൻ ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവരുടെ മനസ്സിൽ അന്ന് ചിലപ്പോൾ ശങ്കർ രവീന്ദ്രനെ തന്നെയായിരിക്കും. എൻ്റെ ശരിക്കുള്ള അതിൻ്റെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഇവരോട് തന്നെ ഇതിൻ്റെ ഫാസിലിനോടൊക്കെ തന്നെ അത് ചോദിക്കണം. പക്ഷേ രവീന്ദ്രൻ ഈ അടുത്തൊരു IV ശശിയുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഒരു ഇവൻറ്റ് ഫംഗ്ഷന് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യമാണ്, IV ശശിയുടെ ഒരു സ്ട്രിക്ട്നെസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ഒരുപക്ഷെ രവീന്ദ്രൻ അഭിനയിച്ചിരുന്നെങ്കിൽ ലാലേട്ടൻ അതിലോട്ട് വരുമായിരുന്നു എന്ന് അറിയില്ല. ചിലപ്പോൾ ലാലേട്ടൻ അല്ലാതെയും വേറെ സിനിമയിലൂടെ ചിലപ്പോൾ എൻട്രി കിട്ടിയിരിക്കാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, അന്ന് രവീന്ദ്രൻ IV ശശിയുടെ സിനിമയിൽ അഭിനയിച്ച് അശ്വരഥം എന്ന് പറയുന്ന ഒരു സിനിമ 80 ഡിസംബറിലാണ് ക്രിസ്മസിനോടനുബന്ധിച്ചാണ് തിയേറ്റർ റിലീസ് ചെയ്തത്. മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലും ആ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് റിലീസ് ചെയ്തത്. പക്ഷേ ഈ രണ്ട് സിനിമയും റിലീസായപ്പോൾ ഫസ്റ്റ് ഡേ അശ്വരഥത്തിനായിരുന്നു. കാരണം അത് IV ശശി പടമാണ്. IV ശശി അന്ന് ഹിറ്റ് മേക്കറാണ്. IV ശശിയുടെ പടത്തിനാണ് അന്ന് ഏറ്റവും കൂടുതൽ തിരക്ക്. മഞ്ഞ് വിരിഞ്ഞ പൂക്കളിന് തിരക്കില്ലായിരുന്നു. കാരണം ഫാസിലിന് ആർക്കും അറിയില്ല, അതിൽ അഭിനയിച്ചവരും ആർക്കും അറിയില്ല. അപ്പോൾ ശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് റിലീസായ ദിവസങ്ങളിലൊക്കെ, ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ എല്ലാ തിയേറ്ററിലും കാലിയാണ്. തൃശ്ശൂർ രാഗത്തിലൊക്കെ വെറും 7 പേരൊക്കെ ആയിരുന്നു റിലീസ് ദിവസവും, അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററുകാർ പറഞ്ഞു പടം നല്ല പടമാണ്, അഭിപ്രായമുണ്ട്, പക്ഷേ ആളില്ല. അപ്പുറത്ത് രവീന്ദ്രൻ്റെ സിനിമയും സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര കളക്ഷനാണ്. ആ 2 ദിവസം, ആദ്യത്തെ 3 ദിവസമൊക്കെ
അപ്പോൾ ഇത് തിയേറ്ററുകാർ എടുത്തു മാറ്റും എന്ന രീതിയിലാണ് നിന്നിരുന്നത്. പക്ഷേ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാറായപ്പോൾ തന്നെ ഇത് നേരെ ഇതിൻ്റെ എന്താ പറയുക, നേരെ ഉൾട്ടയെന്ന് പറയാം. മഞ്ഞ് വിരിഞ്ഞ പൂക്കളിന് ആൾ കയറാൻ തുടങ്ങി, മറ്റേ പടത്തിന് കളക്ഷൻ ഒന്ന് കുറപ്പിടിക്കുക. അങ്ങനെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ വളരെ സൂപ്പർ ഹിറ്റായി. നമുക്കറിയാം അത് 50 ദിവസവും 100 ദിവസവും അതിന് കൂടുതലൊക്കെ 200 ദിവസമൊക്കെ ഓടിയിട്ടുണ്ട് തോന്നുന്നു ബി ക്ലാസ് സി ക്ലാസ്സിലൊക്കെ. ഇപ്പോഴും അതിൻ്റെ 50-ാം ദിവസത്തെ ആഘോഷമൊക്കെ എൻ്റെ മെമൻറ്റോ ഒക്കെ ലാലേട്ടനൊക്കെ പിടിച്ചിരിക്കുന്ന മെമൻറ്റോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും ലാലേട്ടൻ്റെ കരിയറിലെ ആദ്യത്തെ ഒരു മെമൻറ്റോ അല്ലെങ്കിൽ ഒരു സക്സസ് പാർട്ടി അല്ലെങ്കിൽ സക്സസ് ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ ഒരുപാട് സിനിമയുടെ ലാലേട്ടന് കിട്ടിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ രവീന്ദ്രനും താരമായിട്ട് തന്നെ മലയാളത്തിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നതാണ്. പിന്നെ അദ്ദേഹം ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ സിനിമയിൽ നിന്ന് മാറി അദ്ദേഹം മറ്റു പല മേഖലകളിലും ബിസിനസ്സിലോട്ടൊക്കെ ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോഴും ആക്റ്റീവായിട്ട് ഈ സിനിമ സർക്കിളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കാണാറുണ്ട്. അതായത് അശ്വരഥം എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് ഓർമ്മയിൽ പണ്ടപ്പോഴോ കണ്ടിട്ടുള്ളതാണ്. മുഴുവനായിട്ട് ആ ഒരു സിനിമ കണ്ടിട്ടില്ല. എന്തായാലും ആ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് നമുക്ക് പിന്നെ ചെയ്യാം.